ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണേ. നമുക്കിന്ന് കുറച്ച് നീർമീൻ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കറി വെക്കുന്ന കണ്ടാലോ? എനിക്ക് അച്ഛനത് വൃത്തിയാക്കി തന്നത് കേട്ടോ. നീർമീൻ എന്ന് പറഞ്ഞാൽ ഈ വയലിലൊക്കെ പിടിക്കുന്ന മീൻ, നമ്മുടെ ഇവിടെ നീർമീൻ എന്നാണ് പറയുന്നത്. കണ്ടോ, നല്ല വൃത്തിയാക്കി തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ നീർമീൻ എത്ര ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാവോ അത്രയും നൈസാക്കി കഷ്ണങ്ങളാക്കി എടുക്കുക. പിന്നെ നമ്മുടെ മീനിൻ്റെ കാര്യം അളവ് കൂടുതൽ വേണ്ടത് നമുക്ക് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇത്രയും കൂടുതൽ എടുക്കുന്നോ നമ്മുടെ കറി അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ ഉള്ളി എടുക്കുക. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. പൊടികളുടെ അളവൊന്നും പറയുന്നില്ല, എല്ലാവരുടെ ഏരിയയുടെ അനുസരിച്ച്. പിന്നെ ഇതിലേക്ക് ഞാൻ വാളംപുളിയാണ് ചേർക്കുന്നത്, കുടംപുളിക്ക് പകരം. നമ്മളിതിലേക്ക് ഉലുവാപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. നമ്മളൊരിക്കലും ഈ നീർമീനൊന്നും ഉലുവാപ്പൊടി ചേർക്കരുത്. കടൽ മീനല്ലല്ലോ. ഉലുവാപ്പൊടി ചേർത്താൽ കറിക്കൊരു വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ കുരുമുളക് പൊടി ഇച്ചിരി ലേശം കൂടുതൽ ചേർത്തു. കാരണം ഇതിനകത്ത് എത്ര കറി വെച്ചാലും ഇതിനകത്തൊരു ചേറ്റുപാട കാണും. അപ്പോൾ കുരുമുളക് പൊടി ഇടാന്നുണ്ടെങ്കിൽ, കൂടുതൽ ഇടാന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് വരത്തില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വേവാനുള്ള വെള്ളമൊക്കെ വെച്ച് അടുപ്പിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കുക. അതിങ്ങനെ നന്നായിട്ട് തിളച്ച് പറ്റി നല്ലൊരു കുഴമ്പ് പരുവമായി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അത് അട തുറന്നിട്ട് അതിലേക്ക് നമ്മുടെ മുറ്റത്തുണ്ടായ നല്ല നാടൻ കറിവേപ്പില അങ്ങോട്ട് പിച്ചിയിടണം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി, പച്ച വെളിച്ചെണ്ണ കൂടി അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ എൻ്റെ പൊന്നേ, ഒരു പ്രത്യേകതരം മണം വരും. നമുക്ക് അപ്പം തന്നെ ചോറ് കഴിക്കാൻ തോന്നും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.